അസ്സലാമു അലൈക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷമങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും ഒരു ബർക്കത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയൂ. നമ്മൾ താമസിക്കുന്ന വീട്ടിലും നമ്മൾ സമ്പാദിക്കുന്ന പണത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ബർക്കത്ത് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. ഇനി നമുക്ക് കിട്ടുന്ന പണത്തിൽ ബർക്കത്തില്ലെങ്കിലോ നമുക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഉണ്ടാവുക. ക്യാഷ് എങ്ങനെയൊക്കെയാണ് ചിലവാകുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അനാവശ്യ ചിലവുകളായിട്ടുമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നുകൊണ്ടേയിരിക്കും. ഇനി ഭക്ഷണത്തിൽ ബർക്കത്തില്ലെങ്കിലോ എത്ര ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയാലും അത് തികയാതെ വരും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തൃപ്തി ഇല്ലാത്തതുപോലെയാകും. പട്ടിണി വരും. ജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വളരെ വിഷമത്തിലാണ് നബിയെ, ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ള മറുപടി കൊടുത്തു, നീ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയുക. അതിനുശേഷം ഒരു വട്ടമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതിനുശേഷം ആ വിഷമം അനുഭവിക്കുന്ന ആൾ വീട്ടിൽ കയറുമ്പോൾ എല്ലാം ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകുകയും ചെയ്തു. നബി തങ്ങൾ പറയുന്നു, ഒരു വട്ടം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകപ്പെടും. ഇനി 2 വട്ടം ഓതിയാൽ അവനിലും അവൻ്റെ കുടുംബത്തിനും ഐശ്വര്യം നൽകപ്പെടും. ഇനി 3 വട്ടം ഓതിയാലോ അവനിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ അയൽവാസിക്കും ഐശ്വര്യം നൽകപ്പെടും. ഈ ചെറിയ സൂറത്ത് ഒരു വട്ടം ഓതിയത് കൊണ്ട് മാത്രം നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാകുമോ? ഇനി അതിൽ സംശയമൊന്നും വേണ്ട. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്ന മാർഗമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്ന് അറിയപ്പെടുന്ന സൂറത്താണ്. ഇത്രയും മാത്രം പോരെ? ഈ ചെറിയ സൂറത്ത് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ ഒരു വട്ടം ഓതിയാൽ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യത്തിലും ബർക്കത്ത് ഉണ്ടാവുമെന്ന തെളിവ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതി നമ്മൾ വീട്ടിൽ കയറിയാൽ ശൈത്താന് അവിടെ നിൽക്കാൻ കഴിയില്ല, ഓടിപ്പോകും. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിനോടൊപ്പം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. സലാം പറയുക, ബിസ്മി ചൊല്ലി കയറുക, വലതുകാൽ വെച്ച് കയറുക, കൂടെ ആയത്തുൽ കുർസിയും ഓതാൻ നോക്കണേ. ഇതെല്ലാം ദാരിദ്ര്യം നീങ്ങാനുള്ള എല്ലാ നല്ല മാർഗങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളോ അതിലും വലുതാണ്. അസ്സലാമു അലൈക്കും.